الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محصورا ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സത്യകർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നെഞ്ചുവേദന അനുഭവപ്പെട്ട് തൊട്ടടുത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പെട്ട ഒരു രോഗി ഡോക്ടേഴ്സ് പരിശോധിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ ഹൃദയത്തിന്റെ അവസ്ഥ, ബ്ലോക്കുകളും മറ്റു വിവരങ്ങളും അറിയാൻ ഒരു ആൻജിയോഗ്രാം ചെയ്യേണ്ടതുണ്ട്, അതിന് ഇത്ര രൂപ ചിലവാകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആലോചിക്കാൻ സമയം വേണം എന്ന് പറഞ്ഞ് 1.5 ദിവസം ആ ഹോസ്പിറ്റലിൽ അവർ കൊടുത്ത താൽക്കാലിക മെഡിസിൻ കഴിച്ച് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ചെയ്യണ്ട, പിന്നുണ്ടാവുമ്പോൾ ചെയ്യാം. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി വൈകുന്നേരമായപ്പോൾ അദ്ദേഹത്തിന് കനത്ത നെഞ്ചുവേദന, ശരീരം മൊത്തം വിയർക്കാൻ തുടങ്ങി. ആളുകളെല്ലാം തടിച്ചുകൂടി വീട്ടിന്റെ റൂമിൽ നിന്ന് അല്പം കാറ്റുകൊള്ളുന്ന സ്ഥലമല്ലേ സിറ്റൌട്ട് എന്ന് കരുതി സിറ്റൌട്ടിലേക്ക് അദ്ദേഹത്തെ കിടത്തി. ആ സിറ്റൌട്ടിൽ കിടന്ന് അദ്ദേഹം മരണപ്പെട്ടു. കയ്യിൽ കാശുണ്ടായിട്ടും അനിവാര്യമായ ഘട്ടത്തിൽ സ്വന്തം ആരോഗ്യത്തിനു വേണ്ടി പോലും ചിലവഴിക്കാത്ത ചില മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ പറയുന്നത്, രോഗം എനിക്ക് പേടിയില്ല, ഹോസ്പിറ്റലിൽ ഞാൻ പോകാറില്ല, മെഡിസിൻ ഞാൻ കഴിക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹത്തിന്റെ ധൈര്യം കൊണ്ടാണ്. സത്യത്തിൽ പിശുക്കാണ്. ഇത്തരമൊരു ദുസ്വഭാവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കനത്ത രീതിയിൽ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്, നിന്റെ കൈകളെ നീ നിന്റെ പിരടിയിലേക്ക് കെട്ടിവെക്കരുത്. വലാ തബ്സുതുഹാ കുല്ലൽ ബസ്ത്, പിശുക്ക് കാണിക്കരുത്. അതോടൊപ്പം
ഒന്നും ശ്രദ്ധിക്കാതെ ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്തതിലും യഥേഷ്ടം നീ ചിലവഴിക്കുകയും ചെയ്യരുത്. രണ്ട് സ്വഭാവത്തെ അള്ളാഹു തിരുത്തിയിരിക്കുകയാണ്. ഒന്ന്, യാതൊരു ശ്രദ്ധയുമില്ലാതെ കയ്യിലുള്ളതെല്ലാം തുലച്ചു തീർത്ത് പിന്നീട് അവിടെ നിന്നും ഇവിടെ നിന്നും കടവും ലോണും വാങ്ങി ഉള്ള സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന ചില ആളുകൾ. അതിനെക്കുറിച്ച് മുമ്പ് നമ്മളൊരു ഖുതുബയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രണ്ടാമത്തെ വശം പിശുക്ക് കാണിക്കുന്ന ആളുകളാണ്. പിശുക്ക് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, സ്വന്തം കാര്യത്തിന് പോലും ചിലവഴിക്കാത്ത, ഒരു ചെരുപ്പ് വാങ്ങാത്ത, ഒരു വസ്ത്രം വാങ്ങാത്ത, തനിക്ക് അത്യാവശ്യത്തിനൊരു ഭക്ഷണം പോലും കഴിക്കാത്ത അങ്ങനെ ചില ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ ഇതൊക്കെ കഴിക്കേണ്ട സമയമല്ലേ, ഇതൊക്കെ കുടിക്കേണ്ട സമയമല്ലേ, ഇതൊക്കെ ധരിക്കേണ്ട സമയമല്ലേ, അതുകൊണ്ട് നമ്മളൊന്നും നോക്കരുത്, പരമാവധി. ചില വ്ളോഗർമാരൊക്കെ അങ്ങനെയാണ്. നാട്ടിലുള്ള മുഴുവൻ ഫുഡ് കോർട്ടിലും അവർ കയറി വ്ളോഗ് ചെയ്യും. അതവർക്ക് വരുമാനമാണ്. പക്ഷെ അവർ ജനങ്ങളോട് പറയുന്നത് ലൈഫിൽ നമുക്ക് കിട്ടാനുള്ളത് മാക്സിമം എവിടെയെല്ലാം തിന്നാനുണ്ടോ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ തിന്നുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത്യാവശ്യം കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകൾക്ക് ഇനി ഭൂമിയിൽ തിന്നാനൊന്നും ബാക്കിയുണ്ടാകാൻ സാധ്യത കുറവാണ്. എല്ലായിടത്തും പോയി പരമാവധി ആസ്വദിക്കുക എന്നുള്ളൊരു മൈൻഡ് അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. നിനക്ക് ആഗ്രഹമുള്ളതൊക്കെ നീ വാങ്ങുമോ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറച്ചി വാങ്ങി വീട്ടിൽ പോണ ആളോട് ചോദിച്ചിട്ടുണ്ട്. ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കേണ്ട ലോകമല്ല ഇത്. സമൃദ്ധമായ മുന്നിൽ ഭക്ഷണം വിരിക്കപ്പെട്ടപ്പോൾ കരഞ്ഞുപോയി സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. തന്നേക്കാൾ എത്രയോ ഉന്നതനായ തുൽഹയും സുബൈറുമൊക്കെ യുദ്ധത്തിൽ ഷഹീദായി ഒന്നുമില്ലാതെ മരണപ്പെട്ടു പോയപ്പോ പടച്ചോനെ ഈ ദുനിയാവും തന്നെ ഒക്കെ എനിക്ക് തരികയാണോ എന്നാണ് അദ്ദേഹം പേടിച്ചത്. അങ്ങനെ ആർഭാടമാക്കേണ്ട ഒരു ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും സ്വന്തം കുടുംബത്തിന് ചിലവഴിക്കാത്ത ആൾക്കാർ, അതൊക്കെ പല വിധത്തിലാണ് ആളുകൾ. സ്വന്തത്തിന് വേണ്ടി കുറേ ചിലവഴിക്കുന്ന ആളുകൾ കുടുംബത്തിന് വേണ്ടി ഭയങ്കര പിശുക്കായിരിക്കും. സ്വന്തത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നല്ലോണം ചിലവഴിക്കുന്ന ആളുകൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഭയങ്കര പിശുക്കായിരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി എന്തും ത്യജിക്കുന്ന ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടണമെങ്കിൽ അവരുടെ കാൽക്കൽ വീഴേണ്ട അവസ്ഥയായിരിക്കും അവരുടെ കുടുംബത്തിനുണ്ടാവുക. ഇങ്ങനെയൊക്കെ പല ടൈപ്പാണ് ആളുകൾ ഈ ഒരു സാമ്പത്തിക വിനിയോഗത്തിന്റെ മാർഗത്തിലുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മിതത്വം പാലിക്കുകയും ചിലവഴിക്കേണ്ടിടത്ത് സ്വന്തം കാര്യത്തിനും സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിനും നാം ചിലവഴിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഘട്ടങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർക്ക് ചിലവഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പേരെ അവരെ കോപിച്ചിട്ടുണ്ട്. സലാസത്തുൻ യുബ്ഗിലുഹുമുല്ലാഹ്. അല്ലാഹു 3 വിഭാഗത്തോട് അല്ലാഹുക്ക് കനത്ത രോഷമാണ്, കോപമാണ്. ഒന്ന്, മലിക്കുൻ കദ്ദാബ്, വ്യാജനായ കള്ളം പറയുന്ന രാജാവ്. അതുപോലെ തന്നെ 2, വആഇൽ മുസ്തക്ബിർ, അഹങ്കാരിയായ ദരിദ്രൻ. മൂന്നാമത്തേത് ഗനിയുൻ ബഖീൽ, കയ്യിൽ കാശുണ്ടായിട്ടും സ്വന്തത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ചിലവഴിക്കാത്ത ആൾക്കാർ. സ്വന്തത്തിന് ചിലവഴിക്കുണ്ടാവും, പക്ഷെ മറ്റുള്ളവർക്ക് ചിലവഴിക്കുണ്ടാവില്ല, അവനും ബഖീലാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടാവും, സ്വന്തത്തിന് ചിലവഴിക്കുണ്ടാവും, അവനും ബഖീലാണ്. 2 കൂട്ടർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കുക എന്നത് അതിന്റെ പേരാണ് ബുഖ്ല് എന്ന് പറയുന്നത്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദേഷ്യമാണ്. അപ്പൊ അതൊക്കെ പണക്കാരോട് പറഞ്ഞാൽ പോരെ, പാവപ്പെട്ടവന് ഇതിലൊന്നും റോളില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പണ്ഡിതന്മാർ പറഞ്ഞത് പിശുക്ക് പലവിധമാണ്. സമ്പത്ത് പിടിച്ചു വെക്കുന്ന പിശുക്കുണ്ട്. ഇൽമ്, ഒരു കാര്യം അറിവുണ്ടായിട്ട് അത് മറച്ചു വെച്ചത് പഠിപ്പിച്ചു കൊടുക്കാതെ അത് പറഞ്ഞു കൊടുക്കാതെ അവിടെ ഡിമാൻഡ് കാണിക്കുന്ന ആൾക്കാർ, അവർ ഇൽമിന്റെ കാര്യത്തിൽ പിശുക്കന്മാരാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളും സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും, അത് കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്ന ആൾക്കാർ. ഒരു കൈക്കോട്ട് അയലോക്കത്ത് കൊടുത്ത് എന്താ സംഭവിക്കുക? നമ്മൾ കൊത്തുമ്പോൾ കല്ലുമ്മ പറ്റി എന്താണ് സംഭവിക്കുക? അതിനാണ് അപ്പുറത്തുള്ള ആൾ കല്ലുമ്മ കൊത്തുമ്പോൾ സംഭവിക്കുക. അപ്പൊ നമ്മൾ കൊത്തുമ്പോൾ സംഭവിക്കാത്തത് അപ്പുറത്ത് സംഭവിക്കുമെന്ന് പേടിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? നമ്മുടെ ഒരു വാഹനം അപ്പുറത്തുള്ള ആളുകൾക്ക് അത്യാവശ്യ കാര്യത്തിന് ഡ്രൈവിംഗ് ലൈസൻസും എക്സ്പീരിയൻസും ഉള്ള ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ അവർ ചോദിക്കുമ്പോൾ ചോദിക്കാൻ നിൽക്കേണ്ടതുണ്ടോ? സത്യത്തിൽ എന്റെ അനന്തര സ്വത്തിൽ എന്റെ അയൽവാസികൾക്ക് അവകാശമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചുപോയി. അത്രത്തോളം അയൽവാസികളെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് വസിയത്ത് നൽകിക്കൊണ്ടേയിരുന്നു എന്ന് പറയുമ്പോൾ ചോദിക്കാൻ നിൽക്കേണ്ടതുണ്ടോ? കൊടുക്കാൻ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കേണ്ട കാര്യമല്ലേ? പക്ഷെ ചോദിച്ചാൽ പോലും ചില ആളുകൾ ടൈറ്റാക്കും. അതെനിക്ക് വേറൊരു കാര്യമുണ്ട്, വേറെ വിഷയമുണ്ട്, അത് ഉപ്പ വന്നിട്ട് ഉപ്പനോട് ചോദിക്കണം, അല്ലെങ്കിൽ മറ്റേ ഉമ്മനോട് ചോദിക്കണം, അത് നമ്മളിത് രണ്ടാളതല്ല വല്യപ്പാൻ്റെ ആണ്. തരൂലെന്ന് പറഞ്ഞാൽ പോരെ, തരൂലെന്ന് പറഞ്ഞാൽ പോരെ. എന്നാ പിന്നെ പ്രതീക്ഷ വെക്കൂലല്ലോ, ഞാൻ അടുത്ത ദിവസം ചോദിക്കാൻ വരില്ലല്ലോ.
ഇതിലേക്ക് എന്താണ് സഹോദരന്മാരെ ഉള്ളത്? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഫഅമ്മാ മൻ അഅതാ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. അല്ലാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾക്ക് 3 ക്വാളിറ്റിയാണ്. അവർ കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുക്കും, അവർ പടച്ച റബ്ബിനെ സൂക്ഷിക്കും, കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലയും വിശുദ്ധ ഖുർആനും അവർ സത്യപ്പെടുത്തും. അപ്പൊ വിശ്വാസം ശരിപ്പെടുത്തി പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് കൊടുക്കാൻ പറ്റുന്നതെല്ലാം അവർ കൊടുക്കും. സമ്പത്താകട്ടെ, അറിവാകട്ടെ, അവരുടെ വിഭവങ്ങളാകട്ടെ, വസ്തുവകകളാകട്ടെ, എല്ലാം. എന്നാൽ കപട വിശ്വാസികളെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞ്? വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ അവർ തടഞ്ഞു വെക്കുന്നവരായിരിക്കും. അപ്പൊ എല്ലാറ്റിലും ഉണ്ട് പിശുക്ക്, എല്ലാ കാര്യത്തിലുമുണ്ട് പിശുക്ക്. ഈവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ വരെ പിശുക്കനാണ്. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. അൽ ബഖീൽ മിമ്മൻ ദുകിർതു ഇൻദഹു വലം യുസല്ലി അലൈഹി. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണ്, സലാം പറയാത്തവൻ പിശുക്കനാണ്. മതിയായ നിലക്ക് ആളുകളോട് സൗമ്യമായി ഏറ്റവും നല്ല നിലക്ക് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാതിരിക്കുന്നതും പിശുക്കാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. വിശുദ്ധ ഖുർആൻ പറയാണ്, അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി വഅഅതദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീന. കാഫിറുകളുടെ, കുഫാറുകളുടെ, സത്യനിഷേധികളുടെ സ്വഭാവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ ഒരു കാര്യമാണ്, അവർ പിശുക്ക് കാണിക്കും, മറ്റുള്ളവരോട് പിശുക്ക് ഉപദേശിക്കുകയും ചെയ്യും. അത് കൊടുക്കൊന്നും വേണ്ട, എന്നും ഇവിടെ അങ്ങനെ തന്നെയാണ്, ഞാനൊന്നും കൊടുക്കല്ല, ജ്വല്ലട് പോയത്. സ്വന്തം പിശുക്ക് കാണിക്കുകയും മറ്റുള്ളവരെ പിശുക്കിന് ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ അല്ലെ. മക്കളോടൊക്കെ നമ്മൾ എന്താ പറയാ, ആർക്കും കൊടുക്കണ്ട, ദണ്ഡതാണ്, ഒറ്റക്കെടുത്താൽ മതിയാണ്. പിന്നീട് ആ കുട്ടിയെ നമ്മൾ ഇവൻ ആർക്കും കൊടുക്കുന്നില്ല, പ്രശ്നമാണ്, അടിയാണ്, കുത്താണ് എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? അപ്പോൾ കൊടുക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൊടുക്കാനുള്ള ട്രെയിനിങ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കൊടുക്കേണ്ട സാധനങ്ങൾ, അവന്റെ കളിപ്പാട്ടമാകട്ടെ, അവന്റെ കയ്യിലുള്ളൊരു സ്വീറ്റ് ആകട്ടെ, അവന്റെ നല്ല കാര്യങ്ങളാകട്ടെ, അത് കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം? ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ പേനയില്ലെങ്കിൽ പേന കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം? അവന്റെ ഉച്ചക്കൂട്ടാനിൽ നിന്ന് അവന്റെ അടുത്തുള്ളവന് ഒരു നുള്ളു കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം? അതൊരു കുട്ടിയുടെ മനസ്സിൽ ചാരിറ്റി മൈൻഡും ഒരു സഹായിക്കണമെന്ന ബോധവും മറ്റുള്ളവരോടൊരു കരുണയും വാത്സല്യവുമല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. നമ്മുടെ കാഴ്ചപ്പാടിൽ കുറെ ആൾക്കാർ പിശുക്കന്മാരേക്കാർ, അവരോ പിശുക്കന്മാരാവില്ല. എന്നാൽ ചില ആളുകൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഭയങ്കര ധർമ്മിഷ്ഠന്മാരേക്കാർ, അവർ ധർമ്മിഷ്ഠന്മാരാവില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകന്റെ സുന്നത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച ക്വാളിറ്റീസ്, അത് നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഒരു മനുഷ്യനാവണത്. കാരണം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ലൊരു മനുഷ്യൻ ലോകത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണ്? കാന ഖുലുഖുൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണ്. ആ ഖുർആനിലുള്ള മഹിതമായ സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ല മനുഷ്യനായി നമ്മൾ മാറും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹശ്റിന്റെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? അൻസാരികളുടെ ആ ഒരു കൈയഴിഞ്ഞുള്ള സഹായത്തിന്റെ ചരിത്രമാണ്. മക്കയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് മദീനയിലേക്ക് വന്ന മുഹാജിറുകളെ അൻസാരികൾ 2 കൈയും നീട്ടി സ്വീകരിച്ചു. എപ്പോഴാണ് അവർ ചിലവഴിച്ചതെന്നറിയോ? അവർക്ക് ആവശ്യമുണ്ടായിരിക്കെ അവർ ചിലവഴിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ നോമ്പ് തുറക്കാൻ നിൽക്കുമ്പോഴാണ് ഒരു പെണ്ണ് അവിടെ മക്കളുമായിട്ട് വരുന്നത്, ഭക്ഷണം ചോദിക്കുന്നത്. നോമ്പ് തുറക്കാൻ വെച്ച ഭക്ഷണം എടുത്ത് കൊടുക്കാൻ മാത്രം ധർമ്മത്തിന്റെ കാര്യത്തിൽ അവർ മുന്നിട്ടുണ്ടായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തഖുന്നാർ വലൗ ബിശഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീന്ത് കൊടുത്തിട്ടെങ്കിലും നീ പിന്നെ സ്വർഗം നേടണം. വീട്ടിലുണ്ടായ ഒരു കർമൂസ കൊടുത്തിട്ടെങ്കിലും, ഒരു മുരിങ്ങന്റെ ഇല കൊടുത്തിട്ടെങ്കിലും, അവിടെ പടുവൻ മുളച്ച ഒരു കുമ്പളങ്ങ കൊടുത്തിട്ടെങ്കിലും നമ്മൾ സ്വർഗം നേടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. എന്താണോ നമുക്ക് കൊടുക്കാൻ സാധിക്കുക അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകാവസാനമാകുമ്പോ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആളുകൾ കൊടുക്കൂല. വയുൽഖശുഹ്, പിശുക്ക് വർദ്ധിക്കും. വയക്തുറുൽ ഹർജ്, കൊലപാതകങ്ങൾ വർദ്ധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയതഖാറബു സമാൻ, കാലം അടുത്തടുത്തായി തോന്നും എന്ന് പറഞ്ഞാൽ സമയത്തിലും കാര്യത്തിലൊക്കെയുള്ള ബർക്കത്ത് നഷ്ടപ്പെടും. പെട്ടെന്ന് സമയം ദിവസം ഇങ്ങനെ പാറിപ്പോവും. പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാനും പറ്റില്ല. എത്ര സമയം പെട്ടെന്ന് ദിവസം പോയി, ഒന്നും ചെയ്തുമില്ലാതെ ബർക്കത്ത് ഊരപ്പെടും. പിശുക്ക് വ്യാപകമാകും. സ്വന്തം നഫ്സിനെ പിശുക്കിൽ നിന്ന് തടയാൻ ആർക്ക് പറ്റിയോ അവൻ വിജയം വരിച്ചവനാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് വിജയിക്കണോ,
നമ്മുടെ മനസ്സിൽ ഒരു ചാരിറ്റി മൈൻഡ്, ഒരു കാരുണ്യ മനസ്സ്, കൊടുക്കാൻ സാധിക്കുന്നതെല്ലാം കൊടുക്കുക എന്ന ഒരു സ്വഭാവം നമ്മിലെല്ലാവരിലും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പിശുക്കിൽ ഏറ്റവും ഗൗരവകരമായത് ഒരു മനുഷ്യൻ തനിക്ക് പല ആവശ്യങ്ങളുണ്ടായിട്ടും സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നതാണ്. എത്രയെത്ര പിശുക്കന്മാരാണ് രോഗികളായത് കയ്യിൽ സമ്പത്തുണ്ടായിട്ടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, പിശുക്കാണത്രേ നമ്മുടെ മുൻഗാമികളെ നശിപ്പിക്കാണ്ടായ പ്രധാനപ്പെട്ട കാരണം. അവർ ചിലവഴിക്കാതെ പിടിച്ചു വെക്കും. ചിലവഴിച്ചാൽ സഹോദരന്മാരെ നഷ്ടം ഉണ്ടാവുമെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. മാ നഖസത് സദഖത്തും മിൻ മാലി, കൊടുക്കുന്നുണ്ട് ചെലവാവൂല. ഉദാഹരണം പറയാം, ഇൽമ്. നമ്മൾ പഠിച്ചൊരു ഇൽമ് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഒരു ടെക്നിക്, ഒരു IT സംബന്ധമായ ഒരു നോളജ് നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു വിചാരിച്ചു. നമുക്ക് എന്തേ ഉണ്ടാവുന്നുള്ളൂ, അതിലൊന്നും കൂടെ ആ അറിവ് നമ്മുടെ മൈൻഡിൽ തറവുക ചെയ്യുന്നത്, അല്ലെ, ഒന്നും കൂടെ ഉറക്കുക ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് പ്രത്യക്ഷത്തിൽ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിലും അള്ളാഹുയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കയ്യിൽ അത് ഏറ്റുവാങ്ങി അവൻ ഒരു കുഞ്ഞിനെ പോറ്റുന്ന പോലെ പരിലാളിച്ച് ഉഹുദ് മലയോളമാക്കിയിട്ട് തിരിച്ചു തരും. മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുദഇഫഹു ലഹു, ആരാണ് അള്ളാഹ്ക്ക് കടം കൊടുക്കാനുള്ളത്? അവന്റെ കടത്തെ അള്ളാഹു ഏറ്റെടുത്തിട്ട് ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നല്ല ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കാം. പിശുക്കിലൂടെ നമ്മുടെ മനസ്സ് തന്നെ, നമ്മുടെ വിശ്വാസം നമുക്ക് ദുർബലമാകുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പിശുക്ക് നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് പടച്ചവനുള്ളൊരു തവക്കുല് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഉള്ളത് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയാത്തൊരു വിഷമമുണ്ടാവും. ഉള്ളത് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ടാവും. കാറിലാണ് ഓടുന്നത്, എന്നാൽ പോലും അസ്വസ്ഥനായിരിക്കും, അല്ലേ? ഉള്ളതൊരു സമാധാനത്തിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ഉള്ള വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഒരു ഫാന് കൊള്ളുമ്പോ പോലും പടച്ചോൻ ഇതിന് കറണ്ട് ബില്ലാവുമല്ലോ എന്നാലോചിക്കുമ്പോ കാറ്റ് ചൂടായിരിക്കും. ഉള്ളതുപോലും നമുക്കുള്ള നിഅമത്തും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിശുക്കിൽ നിന്ന് രക്ഷ ചോദിച്ചിരുന്നു. കാന യതഅവ്വദു മിനശ്ശുഹി വൽ ജുബ്നി വഫിത്നതി സദ്രി വഅദാബിൽ ഖബ്ർ, ഖബർ ശിക്ഷയിൽ നിന്നും മാനസികമായിട്ടുള്ള ഫിത്നകളിൽ നിന്നും അതുപോലെ തന്നെ ഭ്രാന്തിൽ നിന്നും അതുപോലെ പിശുക്കിൽ നിന്നുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ ചോദിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇതൊരു സംഭവം ക്രിയേറ്റ് ആവുന്നത്? ഒന്ന്, ചെറുപ്പം മുതൽക്കേ നമുക്ക് അങ്ങനെ ഒരു ശീലം നമ്മുടെ കൂടെയുള്ളവരിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞാനടക്കമുള്ള ആളുകൾ പറയും ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ശീലമായതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അത് ചെറുപ്പം മുതൽക്കേ ഇങ്ങനെ ശീലമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ ചെയ്യേണ്ടത്. ഈ ശീലം ശരിയല്ലെങ്കിൽ ചെറുപ്പം മുതലേ ശീലിച്ചു എന്ന ന്യായം കൊണ്ട് ഇനി ഇത് തുടർന്നു പോകണമെന്നില്ല. അത് എന്തു ആട്ടെ, എന്ത് സ്വഭാവമാട്ടെ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമോ, ചെറുപ്പത്തിന്റെ ബാപ്പാൻ്റെ ഒന്ന് കിട്ടിയാണ്, എന്ത് സ്വഭാവമാകട്ടെ, എനിക്ക് ചെറുപ്പം മുതൽക്കേ ഞാൻ കൊണ്ടുപോരുന്നതാണ് എന്ന ന്യായം പറഞ്ഞ് ഇനി അത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അതൊരു ഒഴിവാക്കേണ്ട സ്വഭാവമാണെങ്കിൽ എന്ന് തുടങ്ങിയാലും ശരി ഒഴിവാക്കുക. അപ്പൊ ചെറുപ്പത്തിൽ നമ്മളൊക്കെ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ കുട്ടികളിൽ കൊടുക്കാനുള്ള ഒരു മൈൻഡ് നമ്മൾ എന്ത് ചെയ്യണം, വളർത്തിക്കൊണ്ടുവരണം. വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ, ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ ഇവിടല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സിൽ പൈസ ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് അറിയാലോ, അവരത് കണ്ടിട്ടുണ്ടല്ലോ, അവർ അതെടുത്തിട്ട് നമ്മൾ പലതും ചെയ്യുന്നവരെ അറിയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ കയ്യിൽ കാശ് കൊടുത്ത് ഇത് ആ പാവപ്പെട്ട കിഡ്നി രോഗിക്കുള്ള ഒരു ചികിത്സയ്ക്ക് വേണ്ടി ആ കാക്കമാർ വന്നാണ് ദൈ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മൈൻഡിലുണ്ടാകുന്നത് നമ്മൾ ഒരുപാട് ആളുകളെ സഹായിക്കണം, നമ്മുടെ പണം നമുക്ക് മാത്രമുള്ളതല്ല, ഇവിടെയുള്ള പാവങ്ങൾക്ക് കൂടെ ഉള്ളതാണ്. നല്ലൊരു മനുഷ്യനെയാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മുടെ മക്കൾ നമുക്കൊരു അസറ്റാണ്. അതുകൊണ്ട് ആ ചെറുപ്പം മുതൽക്ക് തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു ഗൈഡ് ലൈൻ കൃത്യമായിട്ട് കിട്ടാത്തതിന്റെ പ്രശ്നം കൊണ്ട് പലപ്പോഴും പല ആളുകൾ പിശുക്കന്മാരായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹമാണ്, ഇഷ്ടമാണ് ഈ സമ്പത്തിനോടുള്ളൊരു ഹുബ്ബ്. അത് പരമാവധി കിട്ടണം എന്നുള്ളൊരു ഹുബ്ബ് എല്ലാവരുടെയും ഉള്ളിലുള്ളത് കൊണ്ട് ആ ഹുബ്ബ് കാരണത്താൽ ഇത് ഖുർആൻ പറഞ്ഞ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, സമ്പത്തിനോ അതിയായിട്ട് അവര് പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ചെലവഴിക്കാൻ ഭയങ്കര മടിയന്മാരായിരിക്കും. അപ്പൊ സമ്പത്തിനോടൊരു ആർത്തി,
നമ്മൾ കുറക്കണം. അതിൽ ആർത്തി കുറക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്. മരിക്കണീന്റെ മുമ്പ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണത് കൊടുത്തോളി. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോരുമ്പോ ഒരു മയ്യത്തിന്റെ ആംബുലൻസ് ഇങ്ങനെ കയറ്റണ്, മനസ്സിലല്ലേ? ആ മയ്യത്ത് ഞാനാകാൻ നിമിഷങ്ങൾ മാത്രം മതി, ഈ ഇരിക്കുന്ന ആൾക്കാരാകാൻ നിമിഷങ്ങൾ മാത്രം. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം, നമ്മുടെ വീട്ടിലുള്ള കാറ്, നമ്മുടെ എല്ലാ ആസ്തിയും നമ്മുടെ അനന്തരവന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് അധിക ആർത്തിയൊന്നും വേണ്ട. ഇത് പടച്ചോൻ നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാനും നമുക്ക് പരലോകത്തേക്ക് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടും തന്നതാണ്. എന്തും നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ ഇൽമാകട്ടെ, നമ്മുടെ സമ്പത്താകട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവനുള്ള സമയത്ത് ചെലവഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ആർത്തി നമ്മൾ കുറക്കുക. അപ്പൊ ആർത്തിയാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ എന്താ വെച്ചാൽ ഈമാന്റെ കുറവാണ്. കൊടുത്താ കുടുങ്ങും, കൊടുത്താ പെടും, പിന്നെ ആകെ പ്രശ്നമാവും, എനിക്ക് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്, പിന്നെ ഇപ്പൊ ഞാനെങ്ങനെയാ കൊടുക്കുക, അങ്ങനെ വിചാരിക്കണ ആൾക്കാരാണ്. കൊടുത്താ കുടുങ്ങൂല. 2 മലക്കുകൾ ഇറങ്ങും. എന്നിട്ട് അവരെന്താ പറയണെങ്കിൽ 2 മലക്കുകൾ ഇറങ്ങും. എന്നിട്ട് അവർ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ മുൻഫിഖൻ ഖലഫ, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. അല്ലാഹുവേ ചിലവഴിക്കുന്നവൻ, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ചിലവഴിക്കുന്നവനെ നീ കൂടുതൽ കൂടുതൽ നൽകണമേ. മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, അറിയാലോ. മുമ്പ് നമ്മൾ മലക്കുകളുടെ പ്രാർത്ഥന കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിടിച്ചു വെക്കുന്നവനെ നീ, അവന്റെ സമ്പത്ത് നീ നാശം കൊടുക്കണമേ. അപ്പൊ കൊടുക്കണോണ്ട് നമുക്ക് ഒരു കുറവും സംഭവിക്കുകയില്ല. മനസ്സറിഞ്ഞ് പടച്ചോന്റെ മാർഗത്തിൽ കൊടുക്കാനുള്ളൊരു ഇതുണ്ടാവണം. ഏത് കാര്യവും അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുക എന്നുള്ള. പിന്നുള്ള ഒരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ആദി, നമ്മുടെ മക്കള്, നമ്മുടെ വീട്, മറ്റുള്ള കാര്യങ്ങൾ, ഖശിയത്തുൽ ഫഖർ, ദാരിദ്ര്യത്തിലുള്ള ഭയം, ഇതൊക്കെ നമുക്ക് ഒരു പേടിയുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലണ്ട. അകാരണമായി പ്രസവം നിർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 3 അയിഞ്ഞ് മതി, 3 പെൺകുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അകാരണമായി നിർത്തുന്ന ആൾക്കാർ. എന്തെങ്കിലും പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം? ഈ ഭൂമിയിൽ പിറക്കാൻ അല്ലാഹ് അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് പ്രശ്നം? വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിൽ പിറന്ന ഓരോ കുട്ടിയുടെയും ഓരോ ജന്തുവിന്റെയും അന്നം നമ്മളല്ല, പടച്ചോനാ. നമ്മൾ റീസൺ മാത്രമാണ്. നമ്മൾ മരിച്ച വേറെ ആരും നോക്കൂ. നമ്മളൊന്നും അല്ല ഇവരെ പോറ്റണേ, അയ്യർച്ചിക്ക നമ്മളല്ല പോറ്റുന്നത്, പടച്ചോനാ പോറ്റുന്നത്. ഹുവ റസാഖ്, അള്ളയാണ് റസാഖ്. അതുകൊണ്ട് നമ്മൾ പട്ടിണിയെയും മക്കളുടെ മറ്റു കാര്യത്തെയും ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ടതില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നതെല്ലാം കൊടുക്കാനും, സ്വന്തം കാര്യത്തിനും അത്യാവശ്യ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെലവഴിക്കാനും, സ്വന്തം കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ പ്രാഗി പറയാതെ, ചീത്ത പറയാതെ, ഒരു ജോലിക്കും പോവാത്ത ഭാര്യ സ്വന്തം മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചോദിക്കുമ്പോൾ അവളോട് തട്ടിക്കേറിയിട്ട് അവളോടൊന്ന് പൈസ ഉണ്ടാക്കും. അതൊക്കെ നമ്മുടെ ഭാഗത്ത് സംഭവിക്കുന്ന വലിയ അബദ്ധമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണത്. നമ്മൾ വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് പൈസ വയ്ക്കുമ്പോൾ നമ്മൾ ചൂടാകുക. നമ്മളെ ഏൽപ്പിച്ച ചുമതലയാണത്. അത് വൃത്തിക്ക് ഭംഗിക്ക് നിർവഹിക്കണം. എന്നിട്ട് പടച്ചോന് പ്രാർത്ഥിക്കുക, പടച്ചോൻ എന്റെ കുടുംബത്തെ നീ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ഭംഗിക്ക് നിർവഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കബൂൽ ചെയ്യണേ. അല്ലാതെ പിച്ചിയും ഭയം പറഞ്ഞിട്ട് ഈ കൊടുക്കുന്ന പൈസ വെറുതെ നാശപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൽഗുണങ്ങളുടെയും ഉടമസ്ഥരാക്കി നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ചില സ്വഭാവങ്ങൾ നമ്മുടെ മനസ്സിനെ സാരമായി ബാധിക്കും. അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും. അത് നമ്മുടെ സമാധാനത്തെ ബാധിക്കും. അത് നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥതയെ ഇല്ലാതാക്കും. ആരാധനകളോടുള്ള താല്പര്യവും അതുപോലെ തന്നെ അതിനോടുള്ള ഒരു ഔത്സുക്യവും എല്ലാം നമുക്ക് നഷ്ടപ്പെടുത്തി കളയും. ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ലാത്ത വലിയ വലിയ ദുസ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ബുഖല്, പിശുക്ക് എന്ന് പറയുന്നത്. വിജയം വരിക്കണമോ നമ്മുടെ ഹൃദയത്തെ പിശുക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങളുമൊക്കെ ഒരു പരീക്ഷണമാണ്. അള്ളാന്റെ അടുക്കലുള്ള അജ്ർ അത് അദീം, അതിമഹനീയമാണ്. നമ്മൾ എത്ര നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, എത്ര നമ്മൾ സൗകര്യം ഏർപ്പെടുത്തിയാലും സ്വർഗത്തിന്റെ ഒരു 7 അയലത്ത് പോലും എത്തൂല. ഹദീസിലെ പ്രയോഗം മനസ്സിൽ കുറിച്ചു വെച്ചോളി. മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിലൊരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം ഈ ദുനിയാവും അതിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് എത്ര ഒരുക്കൂട്ടിയാലും, എത്ര വലിയ ഗോപുരങ്ങളും സൗധങ്ങളും സന്തോഷവും സമാധാനവും സുഖവും നമ്മൾ
നേടിയാലും സ്വർഗത്തിന്റെ ഒരു 7 അയലത്ത് പോലും എത്തുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു സ്വർഗമാണ് നമ്മുടെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവാം. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയത് നൽകാതെ മറ്റുള്ളവർക്ക് കൊടുക്കാതെ പിടിച്ചുവെക്കുന്ന, ചിലവഴിക്കാതെ പിടിച്ചുവെക്കുന്ന പിശുക്കന്മാർ, അവർ വിചാരിക്കേണ്ടതില്ല ഹുവ ഖൈറൻ ലഹും, അതവർക്ക് ഗുണമാണ്. ചിലവഴിക്കാതെ പിടിച്ചുവെക്കുന്നവർക്ക് ഗുണമാണെന്ന് അവർ വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് ഷർറാണ്. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അവരുടെ കഴുത്തിൽ ആ സമ്പത്ത് പരലോകത്ത് ചാർത്തപ്പെടുമെന്നാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലിയ പല്ലുകളുള്ള അതിശക്തമായി വിഷം ചീറ്റുന്ന വമ്പൻ സർപ്പം, അത് പിശുക്കന്മാരുടെ കഴുത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചാർത്തി കൊടുക്കും. അയാളുടെ കവിളിനെ അത് വലിച്ചു കീറും. ആ പാമ്പിന്റെ, സർപ്പത്തിന്റെ വിഷത്തിന്റെ ആധിക്യം കാരണത്താൽ അതിന്റെ തൊലി തന്നെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവുന്ന പറയുന്നത്. അതായത് തൊലി പൊളിഞ്ഞു പോയ വമ്പൻ വിഷം ചീറ്റുന്ന വലിയ ഒരു സർപ്പം, അത് അവന്റെ കഴുത്തിൽ തൂക്കിയിട്ട് പരലോകത്ത് വരും. അവന്റെ മുഖം വലിച്ചു കീറിയിട്ടത് പറയും, അന മാലുക അന കൻസുക, ഞാൻ നിന്റെ സമ്പത്താണ്, ഞാൻ നിന്റെ നിധിയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ ശേഖരിക്കേണ്ട എന്നോ അതൊന്നും പറയുന്നില്ല. മറിച്ച് നമ്മുടെ സ്വന്തത്തിന് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക്, നന്മയാകുന്ന കാര്യങ്ങൾക്ക്, ഗുണപ്രദമായ കാര്യങ്ങൾക്ക്, പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് നൽകാതെ പിശുക്കി പിടിക്കുന്നത് നമുക്ക് നന്മയല്ല. അല്ല പറയാണ് ശർറുല്ലക്കും, അള്ളന്റെ സമ്പത്താണ്, അല്ല തന്ന സമ്പത്താണ്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കുക. സുഹൃത്തുക്കൾ, ഒരു യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കാൻ വൈകും തോറും നമ്മുടെ ജീവിതം പാഴായി പോകും. അതെന്താണെന്നറിയോ? മനുഷ്യന്റെ ആജന്മ ശത്രുവാണ് പിശാച്. ആ പിശാച് നമ്മളെ ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കും. എന്നിട്ടവൻ നമ്മളോട് പറയും, ജയ ചെയ്തില്ലല്ലോ, എത്ര ഖുർആൻ ക്ലാസ് എടുത്ത കാര്യം, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മാറ്റിവെപ്പിച്ചിട്ട് പിന്നെ അതിന്റെ പേരിൽ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതിനൊരുപാട് പ്രമോഷൻ തന്ന് അതിലേക്ക് നമ്മളെ എത്തിച്ച് അവസാനം അതിൽ വീണുപോയി കഴിഞ്ഞാൽ അവൻ പറയും, എന്താ എന്റെ അവസ്ഥ, അങ്ങനെയൊക്കെ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടും തൗബ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടും ഇജ്ജ് പിന്നെയും ചെയ്തില്ലേ. ഇതാണ് പിശാച്. ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മളെ പിന്നോട്ട് വലിക്കും, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നമ്മളെ തളച്ചിടും. ഇതെല്ലാം ചെയ്ത് കൂടെ നിന്നിട്ട് നമ്മളെ നിരാശപ്പെടുത്തി, നമ്മളെ കുഴപ്പത്തിലാഴ്ത്തി, നമ്മുടെ സമാധാനം കെടുത്തി, നമ്മുടെ കുടുംബത്തെ തകർത്ത്, നമ്മുടെ സമ്പത്തിനെ നശിപ്പിച്ച്, നമ്മുടെ ജീവിതത്തെ തന്നെ സ്പോയിലാക്കി, നഷ്ടപ്പെടുത്തി, വേസ്റ്റാക്കി അവസാനം നരകത്തിലെത്തിയിട്ടവൻ പറയും, അല്ലെങ്കിൽ ഇപ്പൊ എന്തിനപ്പോ ജിന്റെ പിന്നാലെ പോകുന്നത്, ഞാൻ വിളിച്ചപ്പോത്തിന് ചെന്ന് പോരേ, അന്റെ കാര്യത്തിൽ എനിക്കൊരു അധികാരമില്ലാന്ന് എനിക്കറിയില്ലേ, ഒക്കെ പഠിച്ചവനല്ലേ തന്ന്, പിന്നെ എന്തിനാ ജിന്നനുസരിച്ച്. സൂറത്ത് ഇബ്രാഹിമിന്റെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതം നമുക്ക് സ്വർഗം വാങ്ങിക്കാനുള്ളതാണ്. മീഡിയകളും സിനിമകളും മറ്റു ദൃശ്യങ്ങളുമല്ല നമ്മുടെ ജീവിതത്തെ ഫ്രെയിം ചെയ്യേണ്ടത്. ഈ അലമാരയിൽ അടുക്കി വെച്ച ഖുർആൻ, അതിനകത്ത് എന്തുണ്ട് എന്ന് നമ്മൾ പഠിക്കണം. അതിലുള്ള വിശ്വാസം നമ്മൾ പാലിക്കണം. അതിലുള്ള കർമ്മങ്ങളെ നമ്മൾ സ്വാംശീകരിക്കണം. അതിലുള്ള സ്വഭാവങ്ങളെ നാം പ്രകടിപ്പിക്കണം. അതിലുള്ള വിശ്വാസത്തിനനുസരിച്ച് ഒരു പരലോകത്തിനു വേണ്ടി, ഒരു സ്വർഗത്തിനു വേണ്ടി നാം കിണഞ്ഞു പരിശ്രമിക്കണം. മരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ മരിക്കാൻ പറ്റിയ ഒരു ജീവിതം കെട്ടിപ്പടുക്കലാണ് ലൈഫിന്റെ പർപ്പസ്. ജോലിയും കുടുംബവും മക്കളൊക്കെ ഇതിന്റെ ഒരു അലങ്കാരമാണ്. വന്നത് ഇതിനൊന്നുമല്ല, വന്നത് സ്വർഗം വാങ്ങാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാനാണ്. നാം ആരാകട്ടെ, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, എന്നെപ്പോലുള്ള അധ്യാപകരുണ്ട്, ബിസിനസ് മാൻമാരുണ്ട്, ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവരും മരിക്കുമെങ്കിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെങ്കിൽ എല്ലാവർക്കും ഒരു ഹിസാബുണ്ട്, ഒരു മീസാനുണ്ട്, ഒരു സിറാത്തുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ആ ബേസിക് വിശ്വാസത്തെ ഒരിക്കലും കളങ്കപ്പെടുത്താതെ നന്മയുടെ മാർഗത്തിൽ കുതിക്കാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത്,
അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, ഈ 4 പേരുടെ ചരിത്രം പറയുമ്പോൾ സൂറത്ത് അംബിയായിൽ പറഞ്ഞു വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത് വഇഖാമസ് സ്വലാത്തി വഈതാഇസ് സക്കാ വകാനൂ ലനാ ആബിദീൻ. അവർക്ക് നാം നന്മകൾ പ്രവർത്തിക്കണമെന്ന വഹയി കൊടുത്തു, നിസ്കരിക്കണമെന്നും നോമ്പ് സകാത്ത് കൊടുക്കണമെന്നും പ്രത്യേകമായി കൽപ്പന കൊടുത്തു. വകാനൂ ലനാ ആബിദീൻ, അവർ നമുക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. തഫ്സീറിൽ പണ്ഡിതന്മാർ പറയുന്നത് അവർ മുദീമീന ഫിൽ ഇബാദ, അവർ ആരാധനയിൽ നിരതമായിരുന്നു. അവരുടെ സമയത്തിൽ ഏറ്റവും അധികം ചിലവഴിച്ചത് ആരാധനയ്ക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും അല്ലാഹു സഫലമാക്കട്ടെ. നമ്മുടെ മനസ്സിലെ നീറുന്ന വ്യഥകളെ അല്ലാഹു നീക്കിത്തരുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാവന ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലാഹു ഉന്നത വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ദീനീ ബോധമുള്ള പണ്ഡിതന്മാരും ഹാഫിദുകളുമായ മക്കളെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കുടുംബത്തിലും സമ്പത്തിലും മക്കളിലും സമയത്തിലും ആരോഗ്യത്തിലും എല്ലാറ്റിലും അല്ലാഹു റഹ്മത്തും ബർക്കത്തും കൺകുളിർമയും ഏറ്റി നൽകുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും അല്ലാഹു തടഞ്ഞു വെക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ദീനീ ബോധത്തെ തഖ്വയെ വർദ്ധിപ്പിക്കുമാറാവട്ടെ. പരലോക ചിന്തയെ അല്ലാഹു ഊട്ടി ഉറപ്പിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല കർമ്മ പദ്ധതിയിൽ വിശ്രമമില്ലാതെ മടിയും ആലസ്യവുമില്ലാതെ കുതിക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും എല്ലാം കൊണ്ടും സ്വർഗത്തിന്റെ വഴിയിൽ കുതിക്കാനുള്ള അവസരം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീൻ പാലിച്ച് ജീവിക്കുന്ന നല്ല ദാസന്മാരായി ജീവിച്ച് നല്ലവരായി പടച്ച റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകളായി സ്വർഗത്തിലേക്ക് യാത്ര പുറപ്പെടാൻ അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനവും സന്തോഷവും ഐക്യവും സാഹോദര്യവും നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ഛിദ്രതയും കലാപവും വിതക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു രാജ്യത്തിന്റെ അധികാരം ജനാധിപത്യ സ്നേഹികൾക്ക് തിരിച്ചു നൽകുമാറാവട്ടെ. അല്ലാഹു ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അല്ലാഹു രക്ഷയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യച്ചോര കണ്ട് കൊതി തീർന്നിട്ടില്ലാത്ത ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കുമാറാവട്ടെ. പറയുമ്പോഴും കേൾക്കുമ്പോഴുമുള്ള തഖ്വ അല്ലാഹു നമ്മുടെ ജീവിതത്തിലും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.